ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വിഷയം യേശു ലോകത്തിന് നൽകുന്നത്. ഹല്ലേലൂയ. 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 യേശു ലോകത്തിന് നൽകുന്നത്. ഹല്ലേലൂയ. അതായത് അഭിഷേകം എന്തിന്? ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എന്തുകൊണ്ട്? എന്തിന്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പുതിയ നിയമം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കിടക്കുന്ന അനുഭവം, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ കൂടെ കർത്താവ് യഹോവയായ ദൈവം, ഇത് പിതാവായ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, അഭിഷേകവും, ഹല്ലേലൂയ, കൃപാവരവും, ഹല്ലേലൂയ, പോരാട്ടവുമാണ് പഠിപ്പിക്കുന്നത് പുതിയ നിയമം. ഹല്ലേലൂയ. ഇത് പെന്തക്കോസ്ത് ദൈവസഭകളിലാണ് ഈ അനുഭവമുള്ളത്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ മനസ്സിലാക്കുക, മറ്റുള്ള ചില, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മതമെന്ന് പറയുന്ന സഭകളിൽ ഇത് വരുന്നില്ല. കാരണം പുതിയ നിയമത്തിൽ വെള്ളത്താൽ സ്നാനമേൽക്കുന്നു, തീയാലും പരിശുദ്ധാത്മാവിനാലും കർത്താവായ യേശു ക്രിസ്തു അഭിഷേകം ഏൽക്കുന്നു. മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ വന്ന് കർത്താവിൻ്റെ മേൽ പതിയുന്നു, യേശുവിൻ്റെ മേൽ പതിയുന്നു. ഹല്ലേലൂയ. അതുപോലെ സ്വർഗത്തിൽ നിന്നും ശബ്ദമുണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. അവിടെ കർത്താവ് യേശു അഭിഷേകം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അതുപോലെ 30-ാമത്തെ വയസ്സ് തൊട്ടാണ് പരസ്യ ശുശ്രൂഷയ്ക്കായി കർത്താവ് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. പരസ്യ ശുശ്രൂഷ, അതായത് ഹല്ലേലൂയ, ആദ്യമായി കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ തുടരെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ ജനം, അതായത് പൈശാചിക ജനം, ഹല്ലേലൂയ, ക്രിസ്തുവിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ജനം ശത്രുവിൽ നിന്നും വിട്ട് കർത്താവിലേക്ക് അടുത്ത് വരുമ്പോൾ, യേശുവിലേക്ക് അടുത്ത് വരുമ്പോൾ അവൻ്റെ ജനം കുറയുകയാണ്. അവിടെ യേശുവിൻ്റെ ജനം കൂടുകയാണ്. സഭയും, ഹല്ലേലൂയ, സഭയും പ്രവർത്തനവും കൂടി വരുമ്പോൾ, കർത്താവും കർത്താവിൻ്റെ ശിഷ്യന്മാരും കൂടി വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ സ്വന്തം ജനം കൊല്ലുവാൻ നോക്കുകയാണ്. അതാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുമ്പോൾ ഈ ജനം, പൈശാചിൻ്റെ കൂടെ നിൽക്കുന്ന ജനം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവന് ജനം കുറയുകയാണ്. ആ പ്രയാസമാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. ക്രിസ്തുവിനെ അവർ ക്രൂശിക്കുന്നത്. എന്നാൽ ക്രിസ്തു അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ജനം കൂടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു മാർഗത്തെപ്പറ്റി അറിയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു മാർഗത്തെപ്പറ്റി അറിയുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തു മാർഗത്തെപ്പറ്റി അറിയുമ്പോൾ, ഹല്ലേലൂയ, അവിടെ വലിയ മാറ്റമുണ്ടാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, തിരുവെഴുത്ത് പ്രകാരമാണ് അത് സംഭവിക്കുന്നത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തൻ്റെ രക്തത്തെ ചൊരിയുന്നത്. ഹല്ലേലൂയ. അവിടുന്ന്, ഹല്ലേലൂയ, അടക്കപ്പെട്ട് പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് നമ്മുടെ ജയമാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതുപോലെ അഭിഷേകത്തിൽ ഒന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 19 വരെ പഠിക്കുമ്പോൾ അവിടെയും അഭിഷേകം ഉണ്ടാകുകയാണ്. കർത്താവ് യേശുവിൻ്റെ അനുയായികളായവർ യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ്, ഹല്ലേലൂയ, കൂടെ നിന്ന് 120 പേർ, 11 ശിഷ്യന്മാരടക്കം 120 പേർ
മർക്കോസിൻ്റെ മാളികകളിൽ കൂടി പരിശുദ്ധാത്മാവ് വന്നു, കാര്യസ്ഥൻ വന്നു, അവർ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നു. അവിടെ തന്നെ 3000-ഓളം പേരെ പത്രോസ് സ്നാനമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതും അഭിഷേകത്തിൻ്റെ വിലയാണ്. ഇതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അഭിഷേകം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചെങ്കിലേ ഒരു ദൈവസഭയായി, ക്രിസ്തു സഭയായി നമുക്ക് പറയുവാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. 30-ാമത്തെ വയസ്സിൽ അഭിഷേകം ഏറ്റെന്ന് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകനാൽ യോർദാൻ നദിയിൽ കർത്താവായ യേശുക്രിസ്തു വെള്ളത്താൽ സ്നാനമേറ്റു. ഹല്ലേലൂയ. അവിടെ സ്നാനമേറ്റ് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. യോഹന്നാൻ സ്നാപകൻ, ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ച്, തോൽവാറും ധരിച്ച്, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച്, ഹല്ലേലൂയ, മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ജനമേ ഇല്ല. ആ മരുഭൂമിയിൽ ചെന്ന് നിന്ന് വിളിച്ചു പറയുന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് ഇതാ വരുന്നു എന്നുള്ള ആ ദൂത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ആരോടാണ്? മനസ്സിലാക്കുക. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത് കേൾക്കുന്നത് ശത്രുവാണ്, പിശാചാണ്. അവൻ വരണ്ടുപോയി അവിടെ വഴി ഒരുക്കുവാണ്. ഹല്ലേലൂയ. ശത്രു വരണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ വഴി ഒരുക്കിയെങ്കിൽ അത് 1-ാമത്തെ വരവ്. ഇന്ന് 2-ാമത്തെ വരവ്, അതായത് സഭയെ ചേർപ്പാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു വരുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു വരുമ്പോൾ, ഹല്ലേലൂയ, അതിന് വഴിയൊരുക്കേണ്ടത് ആരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയൊരുക്കേണ്ടത് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി വരുന്നതിന് വഴിയൊരുക്കുവാൻ പെന്തക്കോസ്ത് ദൈവ സഭകളാണ്. ഹല്ലേലൂയ. കാരണം പെന്തക്കോസ്ത് ദൈവ സഭകളെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, സഭയിലെ ദൈവദാസന്മാരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. അഭിഷേകം ഏൽക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുവാനും പ്രവർത്തിക്കേണ്ടത് ദൈവദാസന്മാരാണ്. ഒരു പ്രവൃത്തി അവിടെയുണ്ട്. പ്രവൃത്തി എന്ന് ഇപ്പോൾ പറഞ്ഞാൽ അതിൽ ഒരുപാട് സമയം പോകും. തിരുവചനത്തിൻ പ്രകാരം വഴിയൊരുക്കുക, അത് ചെയ്താൽ ഓരോ സഭയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. കർത്താവിൻ്റെ വരവിന് വേണ്ടി അപ്പോൾ വഴിയൊരുങ്ങും. വഴിയൊരുങ്ങുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് അനേക രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാനുണ്ട്. അതാണ് സമയം ഇനിയും ബാക്കിയുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ സഭകൾ പ്രവർത്തിക്കുക. സഭയിൽ അഭിഷേകമുണ്ടാകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ള ജനം അവിടേക്ക് കടന്നു വരും. അതായത് ശത്രുപാളയത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ജനം കടന്നു വരും. അവർ സത്യം അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതായത് ലോകത്തിൽ ഒരു ക്രിസ്തീയ മതം ഉണ്ട്. ആ മതം ക്രിസ്തുവിൻ്റേതല്ല. അതെപ്പോഴും ആ സത്യം മനസ്സിലാക്കുക. അതിന്ന് ലോകം മൊത്തം പടർന്ന് കിടക്കുകയാണ്. ഇന്ന് വ്യത്യാസം വരുന്നുണ്ട്, എന്നാൽ ഈ കർത്താവിൻ്റെ വരവിന് മുൻപ് ലോകം മൊത്തം പടർന്ന് കിടക്കുകയാണ്. അത് ആ ലോകം മൊത്തം പടർന്ന് കിടക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ജനത്തെ കർത്താവിൻ്റെ സ്വന്തം ജനമാണ്, മേൽത്തട്ടിലുള്ള ആൾക്കാരാണ്. ആ നിയന്ത്രിക്കുന്ന ജനത്തെ, ഹല്ലേലൂയ, ആ ശത്രുവാണ് നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. അവൻ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവൻ മറച്ചു വയ്ക്കുന്ന ഒരു തന്ത്രമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലോകം കാണുന്ന ക്രിസ്ത്യാനിറ്റി. ഇന്ന് ഞാൻ ഉദാഹരണം എടുത്ത് പറയാം, ബാക്കി പറയുന്നില്ല. അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയാണ് ലോകം കാണുന്നത്. എന്നാൽ ശരിയായ പെന്തക്കോസ്ത് അനുഭവം, ആത്മീയ അനുഭവം അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ക്രിസ്തുവിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പെന്തക്കോസ്ത്, ഹല്ലേലൂയ, ഇന്ന് വരെ അവിടേക്ക് ഇറങ്ങുന്നില്ല. തലമുറകളായിട്ട്
ഇറങ്ങുന്നില്ല. നമ്മൾ ഇപ്പോഴുള്ള സഭകളെ തന്നെയല്ല പറയുന്നത്, തലമുറകളായിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു വലിയ ശതമാനവും ഹല്ലേലൂയ ക്രിസ്തുവിനെ പറ്റി ഉള്ള വിവരം പുറത്തു കൊടുക്കാൻ നോക്കിയിട്ടില്ല. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സഭയിൽ നടക്കുന്നതാണ്. കാരണം പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൈഡിൽ നിർത്തിയിരിക്കുന്നത്. നമ്മളെ കൂടെ നിൽക്കുകയാണ്. നമ്മൾ ഹല്ലേലൂയ ഉള്ളം ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഇച്ഛിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, ഹല്ലേലൂയ ആരാധിച്ചാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ ആ അനുഭവം കിട്ടുകയാണ്. ആ പെന്തക്കോസ് ആത്മീയ അനുഭവം എന്ന കൃപാപരവും പ്രവചനവും മനുഷ്യന് കിട്ടുകയാണ്. നമ്മുടെ ഉള്ളം ദാഹിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടടുത്ത് നിൽക്കും. ഹല്ലേലൂയ. അതിന് എനിക്ക് സ്വന്തം അനുഭവമുള്ളതാണിത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ നിന്നാൽ നമുക്ക് വിജയമാണ്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ പാളയത്തിൽ ജനം കുറയുമ്പോൾ ശത്രു ഭയപ്പെടും. അവൻ നമ്മുടെ അടുത്ത് വരത്തില്ല. ഒന്ന് മനസ്സിലാക്കുക, ശത്രുവിൻ്റെ ശക്തി എന്തുവാണ്? ഹല്ലേലൂയ. ലൂസിഫർ ഇപ്പോഴും തടങ്കലിലാണ്. ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറിയെങ്കിൽ മാത്രമേ അവന് വരുവാൻ പറ്റുകയുള്ളൂ. അവൻ്റെ കിങ്കരന്മാരാണ് ഇപ്പം ലോകത്തെ നയിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന വികൃതി എല്ലാം അവൻ്റെ കിങ്കരന്മാരാണ് ചെയ്യുന്നത്. അതായത് യഹോവയായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിൽ ഒതുങ്ങുന്നതല്ല. മനുഷ്യൻ്റെ അതിലും എത്രയോ വലുതാണ്. ആ കർത്താവ് ഒന്ന് കൈ കാണിച്ചാൽ മനുഷ്യനോ പ്രപഞ്ചമോ മാറിപ്പോകും. അതിനാൽ പലരെ ആയിട്ട് ശക്തി ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കാണുമ്പോൾ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, മോശയെ തിരഞ്ഞെടുത്ത്, യോശുവയെ തിരഞ്ഞെടുത്ത്, ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തു, ഹല്ലേലൂയ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു, യേശുവിനെ അയച്ചു, നമുക്ക് ബൈബിള് തന്നു, നമുക്ക് വേദപുസ്തകം തന്നു. ഇതൊക്കെയും അതിൻ്റെ ഉപയോഗം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അത് പറഞ്ഞാൽ ഒരുപാട് പറയുവാനുണ്ട്. അതായത് ഹല്ലേലൂയ, അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ പറയാനുണ്ട്. ബൈബിൾ അതായത് വചനപ്രകാരം പോകുന്നില്ല. വളരെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ തെറ്റുകളാണ് സഭയെ മുൻപോട്ട് നയിക്കാത്തത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഹല്ലേലൂയ യേശു ലോകത്തിന് നൽകിയതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കോസ് 3:2-21-22 യേശുവിൻ്റെ സ്നാനത്തെപ്പറ്റി പറയുന്നു, അഭിഷേകത്തെപ്പറ്റി പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:1-19 വരെ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ യേശു ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മത്തായി 21:21 നോക്കുക. ക്രിസ്ത്യാനി എന്നുള്ള പേര് ഹല്ലേലൂയ അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. പുതിയ നിയമത്തിൽ, അതായത് പഴയ നിയമത്തിൽ അതില്ല. പഴയ നിയമത്തിൽ കത്തോലിക്ക സഭ തൊട്ട് പ്രൊട്ടസ്റ്റന്റ് വരെയും സ്നാനമേൽക്കുന്നില്ല. അതിനാൽ പരിശുദ്ധാത്മാവ് അവരിൽ ഇല്ല. പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് പറയുന്നതിൽ പരിശുദ്ധാത്മാവ് അവരില്ലെങ്കിൽ അവർ ഏത് സഭയാണ്? അവര് ശത്രുവിൻ്റെ തന്ത്രമാണ്. പുറം ലോകം, ക്രിസ്തുവിനെ പറ്റി അറിയാത്ത ലോകം ഈ സഭയെയാണ് കാണുന്നത്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയാണെന്നാണ് ജനം കാണുന്നത്. പ്രിയമുള്ളവരെ, അവൻ്റെ തന്ത്രത്തെ തകർക്കേണ്ടത് നമ്മളാണ്. പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവസഭകളാണ്. അവർക്കതിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, അവർക്ക് കഴിയും. അതിന്ന് നടന്നിട്ടില്ല. ഒന്നാമതായി ഇന്ത്യയിൽ നിറയെ സഭകളുണ്ട്, പെന്തക്കോസ്ത് സഭകൾ, ക്രിസ്തു സഭകൾ. എന്നിട്ടും ഇന്ത്യയിൽ ശത്രു തലയുയർത്തി. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നെങ്കിൽ ഇന്ത്യ മൊത്തം ക്രിസ്തുവിനെ അറിഞ്ഞു പോയേനും. ക്രിസ്തുവിൻ്റെ ശക്തി അറിഞ്ഞാൽ ജനം ഇവരുടെ കൂടെ നിൽക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഭരണം വരത്തില്ലായിരുന്നു. ഈ ഭരണമൊക്കെയും വന്ന ശത്രുവാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ഈറ്റുനോവാണ്. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഹല്ലേലൂയ, ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെടുന്നു, ഹല്ലേലൂയ, സുവിശേഷം തടയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെയും പറയുന്നു. എന്നാൽ ഇത് സംഭവിക്കുവാനുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ കാണണമായിരുന്നു. ഹല്ലേലൂയ. സഭയുടെ മേൽത്തട്ട്
നേരത്തെ കാണണമായിരുന്നു. എന്നാൽ സഭയുടെ മേൽത്തട്ടിലുള്ളത് പുറമേ യഹൂദനും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരുമാണുള്ളത്. ഹല്ലേലൂയ. അവരാണ് ഇന്നും സഭയെ കൊണ്ടുപോകുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്ത് ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ കാലത്ത് ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ അവർ ഓടിക്കുകയാണ് ചെയ്തത്, കൊല്ലുകയാണ് ചെയ്തത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് സർപ്പസന്തതികളെ എന്നാണ് അവരെ വിളിച്ചത്. ഹല്ലേലൂയ. വെള്ള തേച്ച ചുവരുകളെ എന്നാണ് വിളിച്ചത്. ഹല്ലേലൂയ. ഹെരോദാവിൻ്റെ കുറ്റം പറഞ്ഞപ്പോൾ ഹെരോദ്യ യോഹന്നാൻ സ്നാപകൻ്റെ തലയറുത്തു. ഹല്ലേലൂയ. അറുക്കാനുള്ള അവസരം ഒരുക്കി തലയറുത്തപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, യോഹന്നാൻ സ്നാപകൻ ഒരു തുള്ളി പോലും വേദന അനുഭവിച്ചിട്ടില്ല. ആ സെക്കൻഡിൽ തന്നെ അബ്രഹാമിൻ്റെ മടിയിൽ പോവുകയാണ്. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിൻ്റെ മടിയിൽ അങ്ങനെയുള്ളവർ പോവുകയാണ് ചെയ്യുന്നത്. സ്തെഫാനോസ് കല്ലേറ് കൊണ്ടുമ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്നിരിക്കുകയാണ്. സ്തെഫാനോസും ഹല്ലേലൂയ ഹല്ലേലൂയ വേദന അനുഭവിക്കുന്നില്ല. മരിക്കുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ അവരുടെ ജീവൻ അബ്രഹാമിൻ്റെ മടിയിൽ പോവുകയാണ്. അബ്രഹാമിൻ്റെ മടി അതിനു വേണ്ടിയുള്ളതാണ് ദൈവവചനം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് തിരുവചനത്തിൽ കൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. തിരുവചനം നമുക്ക് തന്നു നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അത് വായിക്കില്ല. എവിടുന്നെങ്കിലും ഒന്നോ രണ്ടോ വാക്യം വായിച്ചു പോവുകയല്ല വേണ്ടേ. തുടക്കത്തോട്ട് അവസാനം വരെ മനസ്സിലാകുന്നിടം വരെ വായിക്കുക. ഹല്ലേലൂയ. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, വളരെ ഈ അഭിഷേകവും സഭയുടെ വളർച്ചയും ശത്രുവിനോടുള്ള പോരാട്ടവും വലിയ പ്രശ്നമാണ്. ഇത് നമ്മളെ കൊണ്ട് നടക്കില്ല. അല്ല, നമ്മളെ കൊണ്ട് നടക്കുന്നതാണ്. അബ്രഹാമിനെ കാണിച്ചത് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടാനല്ല. അബ്രഹാം എങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന്, മെയിൻ വിഷയമാണ് വിശ്വാസം. എങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്നെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളും അതിന് താല്പര്യം കാണിക്കുക, അതുപോലെ വിശ്വാസത്തിലേക്ക് താല്പര്യം കാണിക്കുക. ഹല്ലേലൂയ. അതാണ് അബ്രഹാമിൽ നിന്നും പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഇനിയും ബാക്കി കാര്യങ്ങളുണ്ട്. ഞാൻ ഹല്ലേലൂയ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ നിർത്തുക ആണ്. ഹല്ലേലൂയ. അതായത് സഭകൾക്ക് അഭിഷേകം വേണം. അഭിഷേകത്തിന് വേണ്ടി സഭ ശത്രുവിനോട് പോരാടേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ വഴി ഒരുക്കേണ്ടത് ദൈവസഭകളാണ്, ദൈവദാസന്മാരാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിഷയം ചുരുക്കുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം യേശുവേ. ഹല്ലേലൂയ.